മുനമ്പത്തെ പ്രശ്നം എന്താണ്? ഇതിനു പിന്നിലെ ചരിത്രം എന്ത്? വഖഫ് എന്നാൽ എന്ത്? കോടതിയും സർക്കാരും ഇടപെട്ട നിയമപരമായ ഈ കേസിനെ നിയമപരമായി മാത്രം പരിഹരിക്കാവുന്ന ഈ പ്രശ്നത്തെ വർഗീയവൽക്കരിക്കുന്നത് ആര്? ഇതിലെ രാഷ്ട്രീയം എന്താണ്? നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൊച്ചിയിലെ വൈപ്പിൻ ദ്വീപിൻ്റെ വടക്കേ അറ്റത്തെ തീരദേശ പ്രദേശമാണ് മുനമ്പം. പരമ്പരാഗതമായി മത്സ്യബന്ധന ഗ്രാമമായ മുനമ്പത്തെ നിവാസികളിൽ ഭൂരിഭാഗവും ലാറ്റിൻ കത്തോലിക്കരാണ്. കൊച്ചി നഗരത്തോട് വളരെ അടുത്ത് കിടന്നിട്ടും ചരിത്രപരമായി വളരെയധികം അവഗണിക്കപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് മുനമ്പം. ഇനി ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്താണ്? മുനമ്പം തീരദേശ പ്രദേശത്തുള്ള കുറേ അധികം കുടുംബങ്ങൾ താമസിക്കുന്നത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. എന്താണ് വഖഫ്? എന്താണ് വഖഫ് ബോർഡ്? മുസ്ലിങ്ങളുടെ ഒരു ദാന രീതിയാണ് വഖഫ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വത്ത് ദൈവപ്രീതി കാംക്ഷിച്ച് നൽകുന്ന ദാനം, അതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന് നൽകുന്നത്. അത് മാത്രമല്ല, വൺസ് എ വഖഫ് ഇസ് ഓൾവേസ് എ വഖഫ് എന്നൊരു റൂളും ഉണ്ട്. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ എടുത്താലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, ഖബറിടങ്ങൾ, സൂഫി ദർഗകൾ എന്നിവയെല്ലാം സംരക്ഷിക്കപ്പെട്ടു വരുന്നത് ഈ വഖഫ് തത്വം അനുസരിച്ചാണ്. ഇനി എന്താണ് വഖഫ് ബോർഡ്? ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം ആർട്ടിക്കിൾ വച്ച് ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള മൗലിക അവകാശം ഉണ്ട്. എല്ലാ മത സമുദായങ്ങളിലും ഈ കൃത്യ നിർവഹണത്തിന് സർക്കാർ പിന്തുണയുള്ള സംവിധാനങ്ങളുമുണ്ട്. ഹിന്ദു സമുദായത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വിവിധ മത എൻഡോവ്മെൻറ്റ് നിയമങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. സിഖ് സമുദായത്തിന് ഗുരുദ്വാര നടത്തിപ്പിന് പ്രത്യേക നിയമമുണ്ട്. വിവിധ ക്രൈസ്തവ സഭകൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത അവരുടെ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പരിപാലിക്കുന്നു. ഇതിന് സമാനമായി മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് വഖഫ് ബോർഡ്. ഇത് പ്രവർത്തിക്കുന്നത് 1995-ലെ വഖഫ് നിയമപ്രകാരമാണ്. കൂടാതെ വഖഫ് സംരക്ഷണ സമിതിയും ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ എന്താണ് വഖഫ് ട്രൈബ്യൂണൽ എന്നും നമ്മൾക്ക് അറിയണം. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വഖഫ് ആക്ട് 1995 പ്രകാരം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രത്യേക നീതിപീഠമാണ് വഖഫ് ട്രൈബ്യൂണൽ. ഈ ട്രൈബ്യൂണലിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? 1. ചെയർമാൻ. ക്ലാസ് 1 റാങ്കുള്ള ജില്ലാ അല്ലെങ്കിൽ സെഷൻസ് അല്ലെങ്കിൽ സിവിൽ ജഡ്ജി ആയിരിക്കണം ചെയർമാൻ. മറ്റംഗങ്ങളിൽ രണ്ടാമത്തെ ആൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കുള്ള ഒരു സംസ്ഥാന ഉദ്യോഗസ്ഥനായിരിക്കണം. 3. മുസ്ലിം നിയമത്തിലും ജൂറിസ്പ്രൂഡൻസിലും പരിജ്ഞാനമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിനെ മുതവല്ലി എന്നാണ് വിളിക്കുന്നത്. സോ മുനമ്പം ഒരു വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മുനമ്പത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമി, അവർ താമസിക്കുന്ന ഭൂമി ക്രയവിക്രയം ചെയ്യാനോ ബാങ്ക് ലോൺ എടുക്കാനോ ഒന്നും സാധിക്കില്ല. ഇവിടെ താമസിക്കുന്ന ആളുകൾ പോലും അറിയാതെ ഇതെങ്ങനെ വഖഫ് പ്രോപ്പർട്ടി ആയി എന്ന ചോദ്യം നിങ്ങൾക്കും കാണും. അതറിയാനായി ചരിത്രത്തിൻ്റെ കുറച്ച് പിന്നിലേക്ക് പോകണം. വർഷം 1902. തിരുവിതാംകൂർ മഹാരാജാവ് മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി കൃഷി ആവശ്യങ്ങൾക്കായിട്ട് അന്നത്തെ പൗരപ്രമുഖനായ അബ്ദുൾ സത്താർ സേഠിന് പാട്ടത്തിന് കൊടുക്കുന്നു. 1948 തിരുവിതാംകൂർ മഹാരാജാവ് സത്താർ സേഠിൻ്റെ പിൻഗാമിയായ സിദ്ദിഖ് സേഠിൻ്റെ പേരിൽ അതേ ഭൂമി തീരാധാരം ചെയ്ത് നൽകുന്നു. ധനാഢ്യനായ ഈ സിദ്ദിഖ് സേഠ് ആ വർഷം തന്നെ 1948 ഓഗസ്റ്റ് 12-ാം തീയതി ഫാറൂഖ് കോളേജിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പാക്കാൻ മുനമ്പത്തെ ഈ 404.76 ഏക്കർ ഭൂമി വഖഫ് ചെയ്ത് നൽകുന്നു. അക്കാലത്ത് മുസ്ലിംസ് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം ആയിരുന്നു. സോ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയും അതിന് അനുബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ സ്ഥലം ഫാറൂഖ് കോളേജിന് നൽകിയത്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഫാറൂഖ് കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അശ്രദ്ധ മൂലം ഈ ഭൂമി നോക്കി നടത്തുകയോ അതിൽ നിന്ന് ആദായം എടുക്കുകയോ അതിന് കോമ്പൗണ്ട് വാള് കെട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ക്രമേണ ഇവിടേക്ക് മറ്റു ജനങ്ങൾ വരികയും താമസിക്കുകയും പുതിയ വീടുകൾ വയ്ക്കുകയും പുതിയ കെട്ടിടങ്ങളൊക്കെ വരികയും ചെയ്തു. ഇതിനിടയിൽ മറ്റു ഭൂനിയമങ്ങൾ വരികയും ഇതേ ഭൂമി മത്സ്യത്തൊഴിലാളികൾ ഇതേ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുകയും ചെയ്തു.
പക്ഷേ 1960 ഫാറൂഖ് കോളേജ് മുനമ്പത്തെ ഭൂമിയുടെ അവകാശം പിന്നെയും സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനും മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കാനും ഒക്കെ ഇവർ നോക്കി. ഇത് പിന്നെ ഒരുപാട് നിയമ പോരാട്ടങ്ങളിലേക്ക് പോയി. അതിൻ്റെ ഭാഗമായി 1975 കേരള ഹൈക്കോടതി ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ട് വിധിച്ചു. എന്നാൽ ഭൂമിയുടെ ഒരു ഭാഗം മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം സർക്കാരിനോട് പരിഗണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാർ ഏറ്റെടുക്കലിനെ കുറിച്ച് ആശങ്കയിലായ കോളേജ് മുനമ്പത്തെ ഭൂമി അവിടുത്തെ തന്നെ താമസക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് വിൽക്കുകയും ചെയ്തു. പൈസയ്ക്ക് തന്നെ അവർ വിറ്റു. പ്രശ്നങ്ങൾ വീണ്ടും വഷളാകുന്നത് 2007 VS അച്യുതാനന്ദൻ സർക്കാർ വഖഫ് ബോർഡ് എൻക്രോച്ച്മെന്റിനെ കുറിച്ച് പഠിക്കാനായി MA നിസാർ കമ്മീഷനെ ഏർപ്പെടുത്തിയപ്പോഴാണ്. അവരുടെ കണ്ടെത്തലുകൾ പ്രകാരം വഖഫ് ബോർഡ് അനധികൃതമായി ഏതാണ്ട് 600ഓളം ഏക്കർ എൻക്രോച്ച്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് 2 ലക്ഷം കോടിയോളം വില വരുന്ന ഭൂമി കൈയടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ഒരു തെളിവുമില്ല. 1975 മുനമ്പത്ത് നടന്ന ഭൂമി വിൽപ്പനയുടെ രേഖകൾ പരിശോധിക്കാതെയും അവിടെ അപ്പോൾ താമസിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും ഒരു കാട്ടിക്കൂട്ടൽ പോലെ ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനായി നിസാർ കമ്മീഷൻ ഭൂമിയുടെ അടിയാധാരം വച്ച് ഈ 404.76 ഏക്കറോളം വരുന്ന ഭൂമി വഖഫാണെന്ന് പറയുന്നു. സോ ഇതിൻ്റെ ഭാഗമായി അവിടെ താമസിക്കുന്ന 600-ൽ പരം കുടുംബങ്ങൾക്ക് നോട്ടീസ് പോകുകയും ചെയ്തു. പക്ഷേ ഈ അവകാശവാദങ്ങളൊന്നും അംഗീകരിക്കാതെ 2022 വരെയും ജനങ്ങൾ ഈ ഭൂമിക്ക് കരം അടച്ചിരുന്നു, അല്ലെങ്കിൽ സർക്കാർ കരം പിടിച്ചിരുന്നു. പക്ഷേ 2022 ശേഷം അങ്ങനെ കരമടയ്ക്കാൻ പാടില്ല എന്ന് വീണ്ടും ഹൈക്കോടതി നിർദ്ദേശം വന്നു. അതായത് 2022 ശേഷം മുനമ്പത്തെ ജനങ്ങൾക്ക് സ്ഥലമോ സ്വന്തം വീടോ ഒന്നുമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇതാണ് മുനമ്പത്തെ പ്രശ്നം. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇതൊരു വഖഫ് കേസല്ല. വഖഫ് ബോർഡ് ആരുടെയെങ്കിലും ഭൂമി കൈയടക്കി കൈവശപ്പെടുത്തിയ കേസല്ല ഇത്. കാരണം മുനമ്പത്തെ ഭൂമി ഇനി വഖഫ് ഭൂമിയായി കരുതാൻ പറ്റില്ല. വൈ? സിദ്ദിഖ് സേട്ട് തൻ്റെ ഇഷ്ടദാനത്തിൽ വഖഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഭൂമിയോ അതിൽ നിന്നുള്ള വരുമാനമോ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന്. അതൊരു കണ്ടീഷണലായിട്ട് അതിനകത്ത് പറഞ്ഞു. അതല്ലാതെ ക്രയങ്ങൾ ഇതല്ലാത്ത രീതിയിൽ അല്ലാതെ നടന്നു പോയാൽ ഈ വസ്തു തിരിച്ചെടുക്കാനുള്ള ഒരു അവകാശം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് വഖഫല്ല. സോ വഖഫ് ഒരു മുസ്ലിം സാഹിത്യാർത്ഥത്തിൽ ഉപയോഗിച്ചു എന്നല്ലാതെ ഇതൊരു വഖഫ് ഭൂമിയാണ് എന്ന് അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. സിദ്ദിഖ് സേട്ട് കൊടുത്ത ഇഷ്ടദാനത്തിൻ്റെ രേഖകളിൽ വഖഫിൻ്റെ യാതൊരു രീതിയിലുള്ള സ്വഭാവവും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. മൂന്നാമതായി, വസ്തു വിറ്റ് രജിസ്റ്റർ ചെയ്തതായി ഫറൂഖ് കോളേജ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ അവകാശവും സ്വത്തിൽ ഇല്ലെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവിടെ വഖഫ് വരുന്നത്? 4, വഖഫ് ബോർഡ് ഒരു സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ ഉത്തരവുകൾക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് സർക്കാർ ഔദ്യോഗികമായി വാതുറന്ന് പറയണം. എന്തുകൊണ്ടാണ് ഇതിൽ ഇത്ര മൗനം എന്ന് ചോദിച്ചാൽ, മുനമ്പത്തെ 400ഓളം ജീവനക്കാർ ലാറ്റിൻ കാത്തലിക്സ് ആണെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞ പോലെ ലാറ്റിൻ കാത്തലിക്സിന് കുരിശു കഴിഞ്ഞാൽ പിന്നെ കൈപ്പത്തിയും ജീസസ് കഴിഞ്ഞാൽ പിന്നെ സോണിയാഗാന്ധിയുമാണ്. സോ ഇലക്ഷനും വരാൻ പോകുന്നുണ്ട്. ഒബ്വിയസ്ലി ഇച്ചിരി മൗനം അവലംബിക്കാമെന്ന് ഇടതുപക്ഷ സർക്കാർ വിചാരിച്ചു കാണും. 5, വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരാൻ തുടിക്കുന്ന BJP, RSS, കാസ പോലുള്ള വലതുപക്ഷ സംഘടനകൾ മുസ്ലിം വിരുദ്ധത പരത്താനും തങ്ങളുടെ വോട്ട് ബാങ്ക് കൂട്ടാനും ആകുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, സർക്കാർ കാര്യക്ഷമമായി തീരുമാനങ്ങൾ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ മുനമ്പത്തുള്ളൂ. ഇതിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ല്, തീവ്രവാദം, മതവിദ്വേഷം ഇതെല്ലാം കൂട്ടിക്കലർത്തി ഉണ്ടയില്ലാതെ വെടിവെക്കേണ്ട ഒരാവശ്യവും ഇവിടെയില്ല. നന്ദി.